ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനും ഇസുബേബിയും കൂടിയിട്ട് ഇന്ന് ഇത്താൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾ പ്രസവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ബേബി ഗേളാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ രണ്ടും കൂടിയിട്ട് എൻ്റെ ബൈക്ക് ചെറുതായിട്ടൊന്ന് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് പോയി തോടും ഒക്കെ താണ്ടി കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. കുറേ നടക്കാനാവില്ല എന്ന് പറയും. കുറേ എന്നോട് കവറ് കാര്യങ്ങളൊക്കെ വാങ്ങി പിടിച്ചിട്ട് ഓൻ തന്നെ അങ്ങ് നടക്കും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ. 3 ബസ് കയറിയിട്ടാണ് ഞങ്ങൾക്ക് അവിടെ എത്താനാവുക. അപ്പോൾ ഇവന് ബസ് കയറുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴാരെ കുറച്ചൊരു പേടിയുള്ള കാര്യമാണ്. 2-3 പ്രാവശ്യം ബസ് കയറിയ ടൈമിൽ എന്തോ ഒരു ഛർദ്ദിക്കാൻ വന്നതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ബസ് എന്ന് പറയുന്നത് അവനക്ക് ഭയങ്കര പേടിയാണ്. അതിന് ശേഷം ബസ് കയറാൻ തന്നെ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ പിന്നെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അന്ന് 3 ബസ്സിൽ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും ഒക്കെ വന്നതാണല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പൂനൂരിൽ നിന്ന് തൊട്ട് എൻ്റെ ഉമ്മയും വേറൊരു താത്തയും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങാൻ കയറിയപ്പോൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ സിപ്പപ്പൊക്കെ കണ്ടിട്ട് അതൊക്കെ വാങ്ങിച്ച് വരികയാണ്. ഇതൊക്കെ ചെറുതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പേക്ക് ചെയ്യാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയതിന് ശേഷമാണ് ഓളെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് കിടക്കാനുള്ളത് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ ആ ഒരു സമയത്തായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് പർച്ചേസിങ്ങിന് പോയ ടൈമിൽ കണ്ടിട്ട്. അപ്പോൾ ഇവളെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ആരൊന്ന് വന്ന ടൈമിൽ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് മന്തിയൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഉമ്മയും താത്തി അവിടുന്ന് വേഗം ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഉമ്മാൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ എത്തിങ്ങായിട്ട് ഒരു മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ സംഘം ഉണ്ടായിരുന്നു, അപ്പോൾ കുടുംബശ്രീ അതുണ്ടായിരുന്നു. അതിലൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് കുറച്ച് അവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞിരുന്ന് വൈകുന്നേരം ഇക്ക കൂട്ടാൻ വന്ന് ഇക്കാൻ്റെ കൂടെ തിരിച്ചു പോയതാണ്. പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയതിന് ശേഷം മക്കൾക്ക് ഗോതമ്പ് ചോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ റെഡിയാക്കി വെച്ച് പോയതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് ശർക്കരയും തേങ്ങ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. രാത്രി നല്ല പരിപ്പ് കറിയും ചോറും ഉള്ളിച്ചമ്മന്തിയും അയില പൊരിച്ചൊക്കെ ആയിട്ട് അങ്ങനെ. അതപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാല്ലാ വേറെ വീഡിയോ വരാം.